നമസ്കാരം. ശബരിമല അയ്യപ്പ ക്ഷേത്രത്തിലെ കൊടിമര പുനഃപ്രതിഷ്ഠയുമായി ബന്ധപ്പെട്ട് ഉയർന്ന സ്വർണ്ണക്കൊള്ള അഴിമതി ആരോപണങ്ങളിൽ സംസ്ഥാന വിജിലൻസ് അന്വേഷണം ഇപ്പോൾ അതീവ ഗൗരവകരമായിട്ടുള്ള ഘട്ടത്തിലേക്ക് കടക്കുകയാണ്. 2017 നടന്ന കൊടിമര നിർമ്മാണ വേളയിൽ സ്വർണവും പണവും വൻതോതിൽ ദുരുപയോഗം ചെയ്യപ്പെട്ടുവെന്ന കണ്ടെത്തലിനെ തുടർന്നാണ് പിണറായി വിജയൻ സർക്കാരിൻ്റെ കീഴിലുള്ള വിജിലൻസ് സംഘം നടപടികൾ ശക്തമാക്കിയത്. നിലവിൽ എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റ്, അതോടൊപ്പം തന്നെ പ്രത്യേക അന്വേഷണ സംഘം SIT എന്നിവരുടെ നിരീക്ഷണത്തിലുള്ള വിഷയങ്ങളിൽ ഭരണപക്ഷത്തിലെ നേതാക്കളുടെ പങ്കിനെക്കുറിച്ചുള്ള ആരോപണങ്ങൾ നിലനിൽക്കെയാണ് ഇപ്പോൾ വിജിലൻസിനെ ഉപയോഗിച്ചുള്ള പുതിയ നീക്കം. കൊടിമര നിർമ്മാണവുമായി ബന്ധപ്പെട്ട ഓരോ ഘട്ടത്തിലും സുതാര്യത ഉറപ്പുവരുത്തുന്നതിൽ ദേവസ്വം ബോർഡിന് വീഴ്ച പറ്റിയെന്നും സ്വർണത്തിൻ്റെ അളവിൽ കൃത്യമായ രേഖകൾ സൂക്ഷിച്ചിട്ടില്ലെന്നും അന്വേഷണ സംഘം പ്രാഥമികമായിട്ട് വിലയിരുത്തിയിരുന്നു. അന്വേഷണത്തിൻ്റെ ഭാഗമായിട്ട് കൊടിമര നിർമ്മാണത്തിന് നേതൃത്വം നൽകിയ മുഖ്യശില്പി അനന്തൻ ആചാര്യയെ വിജിലൻസ് വിശദമായിട്ട് ചോദ്യം ചെയ്തു. കൊടിമരത്തിൽ സ്വർണം പൂശുന്നതിനായിട്ട് ഉപയോഗിച്ച ലോഹക്കൂട്ടുകളെക്കുറിച്ചും നിർമ്മാണ പ്രക്രിയയിൽ പാലിച്ച മാനദണ്ഡങ്ങളെക്കുറിച്ചും അദ്ദേഹം മൊഴി നൽകിയിട്ടുണ്ട്. ഇതിനോടൊപ്പം തന്നെ തിരുവാഭരണ കമ്മീഷണർ ഓഫീസിലെ മുൻ സൂപ്രണ്ട് ഉൾപ്പെടെയുള്ള ഉന്നത ഉദ്യോഗസ്ഥരെയും വിജിലൻസ് ചോദ്യം ചെയ്തു. നിർമ്മാണത്തിനായിട്ട് ചെമ്പ് ഉപയോഗിച്ചതിലും അതിന് മുകളിൽ സ്വർണം പൊതിഞ്ഞതിലുമൊക്കെ തന്നെ സാങ്കേതികമായിട്ടുള്ള അസ്വാഭാവികതകൾ ഉണ്ടോ എന്നാണ് പരിശോധിക്കുന്നത്. ദേവസ്വം ഓഫീസിൽ നിന്ന് പിടിച്ചെടുത്ത രേഖകൾ ഈ മൊഴികളുമായിട്ട് ഒത്തുനോക്കുന്നതോടെ അഴിമതിയുടെ ആഴം വ്യക്തമാക്കുമെന്നാണ് കരുതപ്പെടുന്നത്. നിലവിൽ പിടിച്ചെടുത്ത ഫയലുകൾ വിജിലൻസ് ആസ്ഥാനത്തേക്ക് മാറ്റിയത് തെളിവുകൾ നശിപ്പിക്കപ്പെടാനുള്ള സാധ്യത ഒഴിവാക്കാനാണെന്നും അധികൃതർ വ്യക്തമാക്കുന്നുണ്ടെങ്കിലും ഭക്തർക്കിടയിൽ ഇതിലും ആശങ്ക നിലനിൽക്കുന്നുണ്ട്. കൊടിമര നിർമ്മാണത്തിന് ശേഷം ഏകദേശം 30 പവനിലധികം സ്വർണം കാണാതായതായാണ് കേസിലെ ഏറ്റവും പ്രധാനപ്പെട്ട കണ്ടെത്തൽ. ദേവസ്വം ബോർഡിൻ്റെ കൈവശമുണ്ടായിരുന്ന 1 കിലോ 570 ഗ്രാം സ്വർണത്തിൽ നിർമ്മാണത്തിനായിട്ട് ഉപയോഗിച്ചത് 1 കിലോ 340 ഗ്രാം മാത്രമാണെന്നാണ് വിജിലൻസ് കണ്ടെത്തിയിട്ടുള്ളത്. ബാക്കി വന്ന ഏകദേശം 230 ഗ്രാമിലധികം വരുന്ന സ്വർണം ഇവിടെ പോയി എന്നതിനെക്കുറിച്ച് ബോർഡിൻ്റെ പക്കൽ യാതൊരു രേഖകളുമില്ല. സർക്കാർ നിയന്ത്രണത്തിലുള്ള ദേവസ്വം ബോർഡ് ഇത്രയും വലിയ അളവിലുള്ള സ്വർണത്തിൻ്റെ കാര്യത്തിൽ പുലർത്തിയ നിശബ്ദത ബോധപൂർവമാണെന്ന ആരോപണവും ശക്തമാണ്. ഭരണപക്ഷത്തിലെ നേതാക്കളുടെ അറിവോടുകൂടിയാണ് ഈ സ്വർണം മാറ്റിയതെന്ന രാഷ്ട്രീയ ആരോപണങ്ങൾക്ക് ഈ കണ്ടെത്തൽ കൂടുതൽ കരുത്തു പകരുന്നുണ്ട്. മുൻപ് നടന്ന അയ്യപ്പ സംഗമം ഉൾപ്പെടെയുള്ള പരിപാടികളിലും സമാനമായിട്ടുള്ള സാമ്പത്തിക ക്രമക്കേടുകൾ നടന്നതായിട്ട് പരാതികൾ ഉയർന്നിരുന്നു. ഭക്തർ നൽകിയ സംഭാവനകളിലും വലിയ തോതിലുള്ള വെട്ടിപ്പുകൾ നടന്നതായിട്ട് വിജിലൻസ് സ്ഥിരീകരിച്ചിട്ടുണ്ട്. കൊടിമര നിർമ്മാണത്തിനായിട്ട് 27ഓളം ഭക്തർ നൽകിയ 412 ഗ്രാം സ്വർണ്ണമാണ് യാതൊരു കണക്കുമില്ലാതെ അപ്രത്യക്ഷമായിരിക്കുന്നത്. ഇതിലേറ്റവും ഞെട്ടിക്കുന്നൊരു വസ്തുത, സംഭാവന നൽകിയ 27 പേരിൽ 12 പേർക്കും ദേവസ്വം ബോർഡ് ഔദ്യോഗികമായിട്ടുള്ള രസീതുകൾ നൽകിയിരുന്നില്ല എന്നതാണ്. സിനിമാ മേഖലയിലെ പ്രമുഖ നടന്മാരും നിർമ്മാതാക്കളും വലിയ തുകകളും സ്വർണവും ഈ കർമ്മത്തിനായിട്ട് നൽകിയിരുന്നു. ഇവരുടെയൊക്കെ വിവരങ്ങൾ വിജിലൻസ് ശേഖരിച്ചു കഴിഞ്ഞു. ഏതായാലും വരും ദിവസങ്ങളിൽ ഈ സിനിമാ മേഖലയുമായി ബന്ധപ്പെട്ട പ്രവർത്തകരുടെ മൊഴികൾ കൂടി രേഖപ്പെടുത്തുന്നതോടെ ആർക്കൊക്കെയാണ് സ്വർണം കൈമാറിയതെന്നും ആരുടെ നിർദ്ദേശപ്രകാരമാണ് രസീതുകൾ നൽകാതിരുന്നതെന്നും ഒക്കെ തന്നെ വ്യക്തമാകും. ഭക്തരുടെ വിശ്വാസത്തെ ചൂഷണം ചെയ്ത് നടത്തിയ ഈ കൊള്ളയിൽ ഉന്നത രാഷ്ട്രീയ ബന്ധങ്ങൾ അന്വേഷണ പരിധിയിലുണ്ട്. 2017 പുതിയ കൊടിമരം സ്ഥാപിക്കേണ്ടി വന്ന സാഹചര്യത്തെക്കുറിച്ചും ഇപ്പോൾ സംശയങ്ങൾ ഉയരുന്നുണ്ട്. പഴയ കൊടിമരത്തിൻ്റെ ചുവട് ദ്രവിച്ചുവെന്ന സാങ്കേതിക റിപ്പോർട്ടിൻ്റെ അടിസ്ഥാനത്തിലാണ് വൻ തുക ചെലവിട്ട് പുനഃപ്രതിഷ്ഠ നടത്തിയത്. എന്നാൽ അന്ന് നടന്ന ദേവസ്വം വിജിലൻസ് നടത്തിയ ആഭ്യന്തര അന്വേഷണത്തിൽ ക്രമക്കേടുകൾ കണ്ടെത്തിയിരുന്നു. സ്വർണവും പണവും വകമാറ്റി ചെലവഴിച്ചതായിട്ടും ദുരുപയോഗം ചെയ്തതായിട്ടും ചൂണ്ടിക്കാട്ടി ഹൈക്കോടതിയിൽ റിപ്പോർട്ട് സമർപ്പിക്കപ്പെട്ടിരുന്നു. പിന്നീട് പ്രത്യേക അന്വേഷണ സംഘം ഈ കണ്ടെത്തലുകൾ ശരിവയ്ക്കുകയും ചെയ്തു. ഈ 2 റിപ്പോർട്ടുകളുടെയും അടിസ്ഥാനത്തിലാണ് ഇപ്പോൾ സംസ്ഥാന വിജിലൻസ് കേസ് ഏറ്റെടുത്തിരിക്കുന്നത്. തുടർച്ചയായിട്ടുള്ള ഇടപെടലുകൾ ഉണ്ടായിട്ടും പ്രതികളെ നിയമത്തിന് മുന്നിൽ കൊണ്ടുവരാൻ വൈകുന്നത് രാഷ്ട്രീയ സമ്മർദ്ദം മൂലമാണെന്ന വിമർശനം പ്രതിപക്ഷ സംഘടനകൾ ഉയർത്തുന്നുണ്ട്. അഴിമതിയുടെ എല്ലാ തെളിവുകളും ഉൾക്കൊള്ളുന്ന രേഖകൾ വിജിലൻസ് പിടിച്ചെടുത്തത് കേസിൽ നിർണായക മാറ്റമുണ്ടാക്കും. ശബരിമലയിലെ കൊടിമര പുനഃപ്രതിഷ്ഠ സമയത്തെ ഫോട്ടോകൾ, വീഡിയോ ദൃശ്യങ്ങൾ, സ്റ്റോക്ക് രജിസ്റ്ററുകൾ എന്നിവയെല്ലാം തന്നെ നിലവിൽ അന്വേഷണ സംഘത്തിൻ്റെ കൈവശമാണ്. ഈ രേഖകളിൽ രാഷ്ട്രീയ നേതാക്കളുടെ ഇടപെടലുകൾ വ്യക്തമാക്കുന്ന വിവരങ്ങൾ ഉണ്ടെന്നാണ് സൂചന. പിണറായി സർക്കാരിൻ്റെ ഭരണകാലത്ത് നടന്ന ഈ കൊള്ള പുറത്തുവരുന്നത് സർക്കാരിന് വലിയ രാഷ്ട്രീയ തിരിച്ചടിയാകും സമ്മാനിക്കുക. ഭക്തരുടെ വികാരങ്ങളെ മുറിപ്പെടുത്തിയ ഈ ഒരു സ്വർണ്ണ മോഷണത്തിന് പിന്നിലെ യഥാർത്ഥ സൂത്രധാരന്മാരെ കണ്ടെത്തണമെന്ന ആവശ്യവും ഇപ്പോൾ ശക്തമാണ്. ശബരിമലയിലെ അയ്യപ്പൻ്റെ സ്വത്ത് കവർന്നവർ ശിക്ഷിക്കപ്പെടണമെന്നും സത്യം പുറത്തു വരുമെന്നുള്ള ഒരു പ്രതീക്ഷയിലാണ് ഇപ്പോൾ അയ്യപ്പ ഭക്തവിശ്വാസികളെല്ലാം തന്നെ.